ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഡെൻ്റൽ ഡ്രിഫ്റ്റിനെ കുറിച്ചാണ്. ഡെൻ്റൽ ഡ്രിഫ്റ്റിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്നു. അതായത് കാർ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുന്നതും പിന്നെ പൂച്ചകൾ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്നതും. പല്ലിലുണ്ടാകുന്ന ഡ്രിഫ്റ്റ് അതൊരു നിസ്സാര സംഭവമായിട്ട് പലരും കാണുന്നത്. അതായത് ഡ്രിഫ്റ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, പല്ല് നീങ്ങിപ്പോകുക. അതായത് പല്ല് നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് നീങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നീങ്ങുന്നത്? നമുക്ക് കൊച്ചു കുട്ടികളുടെ തൊട്ട് നോക്കാം. ഇപ്പം പല കുട്ടികളുടെ നമ്മൾ എന്ത് ചെയ്യും, പല്ല് നേരത്തെ അങ്ങ് എടുത്ത് കളയും, അല്ലേ? പല്ല് വേദന വന്ന ഉടനെ എടുത്ത് കളഞ്ഞേക്ക് എന്ന് പറയും. പക്ഷേ എടുത്ത് കളയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അടുത്ത പല്ല് വരുമ്പം ഈ നേരത്തെ ഇരുന്ന രണ്ട് പല്ല് തമ്മിൽ അടിക്കുകയും അടുത്ത വരുന്ന പല്ല് എന്ത് ചെയ്യും, മോണയ്ക്ക് പുറത്തൂടെ വരികയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങനെ എടുത്ത് കളയാതെ നമ്മൾ മാക്സിമം അത് പൾപ്പോട്ടമിയോ പൾപ്പെക്ടമിയോ ചെയ്ത് റെഡിയാക്കാൻ നോക്കുക. ഇൻ കേസ് അത്രയും റെഡിയാക്കാൻ പറ്റില്ല, അത് തീരെ നശിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പല്ലെടുത്ത ഉടനെ സ്പേസ് മെയിൻറ്റെയിനർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് വെച്ച് കൊടുക്കണം. കാരണം മറ്റേ പല്ലിന് വരാനുള്ള സ്പേസ് വെച്ച് കൊടുക്കണം. ഇതുപോലെ തന്നെ മുതിർന്നവരിലും നമ്മൾ പല്ലെടുത്ത് കഴിയുമ്പം പല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. പിന്നെ മുകളിലത്തെ പല്ല് താഴെ പല്ലില്ലാത്ത സ്ഥലത്തേക്ക് ഇറങ്ങി വരും, അല്ലെങ്കിൽ പല്ലിങ്ങനെ ചരിയും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ, പല്ല് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പം ഈ സൈഡിൽ എന്ത് ചെയ്യാം, പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ ഫുഡ് കയറിയിരിക്കും, പോട് വരും. പിന്നെ കാഴ്ചയ്ക്ക് അത് നല്ലതായിരിക്കത്തില്ല, അല്ലേ? അപ്പം പോട് വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, പിന്നെ നമുക്കത് പോട് അടയ്ക്കാൻ നിൽക്കണം. പിന്നെ പോട് നേരത്തെ അടച്ചില്ലെങ്കിൽ പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണം. പിന്നെ പല്ല് ചരിഞ്ഞിരിക്കുന്നതാണെങ്കിൽ പല്ല് അത് ടിൽറ്റ് ചെയ്യേണ്ടി വരും, നൂത്ത് കൊണ്ടുവരേണ്ടി വരും. ക്യാപ്പ് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് പല്ലിൻ്റെ ബ്രിഡ്ജ് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ മുകളിലത്തെ പല്ല് താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ ആ പല്ല് ലെവൽ ചെയ്ത് റൂട്ട് കനാൽ ചെയ്ത് അത് മുകളിൽ അലൈൻ ചെയ്യണം, താഴെ പല്ല് വെക്കണമെങ്കിൽ. അങ്ങനെ ധാരാളം ബുദ്ധിമുട്ടുകൾ ഈ പല്ല് ഡ്രിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവും. ഇത് മാത്രമാണോ? നമ്മൾ പല്ല് ഡ്രിഫ്റ്റ് ചെയ്ത് രണ്ട് സൈഡിലേക്ക് മാറുമ്പം അടയ്ക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ജോയിൻറ്റിന് പെയിൻ ഉണ്ടാവും. ജോയിൻറ്റിന് മാത്രമല്ല പെയിന്, പല ഇഷ്യൂസ് ഉണ്ടാവും. മൗത്ത് ബ്രീത്തിങ് ഉണ്ടാവും. നമ്മുടെ ബോഡിയുടെ പോസ്ചറൊക്കെ മാറിപ്പോകും. ഈ കൂന് പോലെ പല ഇഷ്യൂസ് ബോഡിയിൽ, ഈ പെൽവിസിലൊക്കെ, ഇതിൻ്റെ ഫുൾ ബോഡിയിൽ നമുക്ക് ഈ ഡ്രിഫ്റ്റ് ശരിക്കും ബാധിക്കുന്നുണ്ട്. ഈ ഡ്രിഫ്റ്റ് പല്ലെടുക്കുന്ന കേസിൽ മാത്രമല്ല സംഭവിക്കുന്നത്. ഇപ്പോൾ കമ്പി ഇട്ട് കഴിഞ്ഞിട്ട് റീറ്റൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറില്ല. ഇപ്പോൾ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞുള്ള റീറ്റൈനിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. പലരും ഈ കമ്പി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ റീറ്റൈനിങ് ചെയ്യത്തില്ല. ഇത് മതിയല്ലോ, കമ്പി ഇട്ടാൽ മതി. അത് ഫിക്സഡ് കമ്പി ആയാലും പിന്നെ നമ്മുടെ അലൈനേഴ്സ് ആയാലും, ഗ്ലാസ് ടൈപ്പ് അലൈനേഴ്സ് ആയാലും നമ്മളെന്ത് ചെയ്യണം? അതിന് ശേഷമുള്ള റീറ്റൈനേഴ്സ് ഇട്ടില്ലെങ്കിൽ പല്ല് തിരിച്ചു. അത് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പല്ലിങ്ങോട്ട് വലിച്ച് നീങ്ങുമ്പോൾ ഈ പല്ലിൻ്റെ അടിയിൽ പെരിയോഡോണ്ടൽ ലിഗമെൻ്റ് എന്ന് പറയുന്ന ഒരു ലിഗമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് നീങ്ങി ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുമായിരിക്കും. അപ്പം നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഈ കമ്പി എടുത്ത് അല്ലെങ്കിൽ അലൈനർ എടുത്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ റബ്ബർ ബാൻഡ് പോലെ എന്ത് ചെയ്യും? ഇത് ഇതിനെ ഡ്രിഫ്റ്റ് ചെയ്ത് തിരിച്ചതിൻ്റെ പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ ഡ്രിഫ്റ്റിംഗ് ഉണ്ടാക്കുന്ന പല ഇഷ്യൂസാണ്. പിന്നെ ക്രൗഡിങ് ഉണ്ടാക്കാം, സ്പേസ് ഉണ്ടാക്കാം, പോടുകൾ ഉണ്ടാക്കാം, പല്ല് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കാം. നമ്മുടെ ഈ ജോയിൻറ്റിനൊക്കെ പെയിൻ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ പോസ്ചറിന് ഇഷ്യൂ ഉണ്ടാവും. ബോഡി ഫുൾ പോസ്ചറിനെ അത് ബാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ധാരാളം ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ഡെൻ്റൽ ഡ്രിഫ്റ്റ്. അതൊരു നിസ്സാര സംഭവമല്ല. പല്ല് മറ്റേ കാറ് ഡ്രിഫ്റ്റ് ചെയ്യുന്ന പോലെ സ്പീഡിലല്ലെങ്കിലും പിന്നെ അതിൻ്റേതായ പതുക്കെ 1-2 മാസം കൊണ്ട് അത് പതുക്കെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ ആർക്കെങ്കിലും പല്ലിൽ സ്പേസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ പല്ല് ഫിക്സ് ചെയ്യിക്കാൻ നോക്കുക. ഓക്കെ, അപ്പം അതേപോലെ കമ്പി ഇടാനുള്ള കേസാണ് അത്. കറക്റ്റിന് കമ്പി ഇട്ടതിന് ശേഷം റീറ്റൈനർ ഇടാനും മറക്കരുത്. അപ്പോൾ ഇതെല്ലാം കറക്റ്റിന് മെയിൻറ്റെയിൻ ചെയ്താൽ പല ഇഷ്യൂസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ഡ്രിഫ്റ്റ് നിസ്സാരമായി കാണരുത്. ഇനി നിങ്ങളുടെ ആരെങ്കിലും പല്ലിൽ സ്പേസോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എന്താ ഇഷ്യൂ എന്ന് മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.